നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അടുത്ത കാലത്ത് കൗമാരക്കാരും യുവതലമുറയും ഒക്കെ വഴിതെറ്റിപ്പോകുന്ന 90% കാര്യങ്ങളിലൊന്ന് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഉപയോഗമാണ്. മയക്കുമരുന്ന് ഉപയോഗം പലതരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആദ്യകാലത്ത് സിഗരറ്റും കള്ളുമൊക്കെ ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് കഞ്ചാവിലും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ കടന്നിരുന്നു. ബ്രൗൺ ഷുഗർ പോലുള്ള മയക്കുമരുന്നിലൊക്കെ ഇപ്പോഴത് രാസലഹരിയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റാമ്പ്, അതുപോലെ തന്നെ പല രീതിയിലുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗ വസ്തുക്കൾ വന്നിരിക്കുന്നു. MDMA അടക്കമുള്ള വിപണിയിൽ എളുപ്പം കിട്ടാൻ സാധ്യതയായിരിക്കുന്നു. MDMA അടക്കമുള്ള മയക്കുമരുന്നുകൾ വിപണിയിലേക്ക് എളുപ്പത്തിലെത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ഇരയായി പോകുന്നത് നമ്മുടെ കൗമാരക്കാരും യുവതലമുറയും ഒക്കെയാണ്. ഇത്തരത്തിലുള്ള കൗമാരക്കാരും യുവതലമുറയും ഒക്കെ ഇത്തരത്തിൽ ഇരകളായി പോകുമ്പോൾ യഥാർത്ഥത്തിൽ കള്ളും സിഗരറ്റും പോലെയല്ല, പ്രജ്ഞ തന്നെ, അതായത് കാലക്രമേണ അതിൻ്റെ ഉപയോഗം മൂലം പ്രജ്ഞ തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് മയക്കുമരുന്നുകളുടെ ഉപയോഗം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മയക്കുമരുന്നുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഒരു തലമുറയെ തന്നെ, നമ്മുടെ വരുന്ന തലമുറകളെ തന്നെ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മയക്കുമരുന്നിനെതിരെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ വാർത്തകൾ ചെയ്യുമ്പോൾ പോലും ഈ വാർത്തകൾ അധികം കയറാറ് പോലുമില്ല. നമ്മുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ ഈ നമ്മുടെ കേൾവിക്കാരും ഇത് ശ്രദ്ധിക്കാറ് പോലുമില്ല. ഏതാണ്ട് നമ്മൾ മറ്റേത് വാർത്ത, രാഷ്ട്രീയ വാർത്തകൾ ചെയ്താൽ പോലും അതിന് റീച്ച് കിട്ടാറുണ്ട്. പക്ഷേ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ റീച്ച് കിട്ടാറില്ല. എങ്കിൽ പോലും ഒരു റീച്ചും കിട്ടിയില്ലെങ്കിലും ഒരാൾ മാത്രം കണ്ടാൽ പോലും ഇത്തരം വാർത്തകൾ ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ കൂടി കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എത്ര പേർ കണ്ടോട്ടെ, 200 പേർ കണ്ടുള്ളെങ്കിൽ അത്രയും മതി എന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിലാണ് ഇത്തരം വാർത്തകൾ ഞാൻ ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ MDMAയുമായി ഒരു സ്കൂൾ പ്രിൻസിപ്പൽ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. വയനാട്ടിലാണ് MDMAയുമായി സ്വകാര്യ സ്കൂൾ പ്രിൻസിപ്പൽ പിടിയിലായത്. പുൽപ്പള്ളി സ്വദേശി ജയരാജിനെയാണ് വൈത്തിരി പോലീസ് പിടികൂടിയത്. പുൽപ്പള്ളി ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ് ജയരാജ്. ഇയാളുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും 26 ഗ്രാം MDMA കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പുലർച്ചെ വൈത്തിരി ആശുപത്രി റോഡ് കവലയിൽ വെച്ച് SI PV പ്രക്ഷോഭും സംഘവും നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പരിഭ്രമിച്ചു. അതിനിടെയാണ് പിന്നാലെ ദേഹപരിശോധന നടത്തി. അപ്പോഴാണ് MDMA കണ്ടെത്തിയത്. നമുക്കറിയാം, സാധാരണഗതിയിൽ അധ്യാപകരുടെയൊക്കെ മൂല്യം കുറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പണ്ടൊക്കെ അധ്യാപകർ കുട്ടികളെ മുന്നോട്ട് നയിക്കുന്ന, അല്ലെങ്കിൽ അത് നേർവഴിക്ക് നയിക്കുന്നവരായിരുന്നു. ഇപ്പോൾ പല അധ്യാപകരെ സംബന്ധിച്ചും വാർത്തകൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മൂല്യശോഷണം, അധ്യാപകർക്ക് അല്ലെ അധ്യാപക വൃത്തിക്ക് പോലും മൂല്യശോഷണം വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള സംശയങ്ങൾ വരുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ അധ്യാപകത്തിന്റെ മഹത്വം പോലും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, അടുത്ത കാലത്ത് തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ, ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന, അതിൽ തന്നെ പെൺകുട്ടികൾ പഠിക്കുന്ന തിരുവനന്തപുരത്തെ ഒരു പ്രധാന വിദ്യാലയത്തിൽ നിന്ന് കുട്ടികളെ, ചെറിയ കുട്ടികളെ 5ലും 6ലും 7ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കുട്ടികളെ ആ വലയിലേക്ക് പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലായതിനെ തുടർന്ന് അമ്മമാരടക്കം, അതായത് ഇവരുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കളൊക്കെ സ്കൂളിന്റെ മുമ്പിൽ വന്ന് പ്രതിഷേധിക്കുകയും അങ്ങനെ കുറെ വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തു. ഈ സ്കൂളിലെ തന്നെ പ്രധാന അധ്യാപകനും ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രവണതകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് മനസ്സിലാക്കാനും അന്ന് സാധിച്ചത്. ഏതായാലും അധ്യാപകർ കൂടി ഈ ചങ്ങലയിലേക്ക് കണ്ണികളാവുമ്പോൾ കുട്ടികളെ ഇനി ആര് സംരക്ഷിക്കുമെന്ന ചോദ്യമാണ് വരുന്നത്. സാധാരണ മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അധ്യാപകരോടാണ് പലപ്പോഴും പറയുന്നത് തങ്ങളുടെ കുട്ടികൾക്ക് എന്താണ് പ്രശ്നം, അതൊന്ന് പരിഹരിക്കപ്പെടാൻ വേണ്ടി പലപ്പോഴും പല അധ്യാപകരുടെയും സേവനം തേടുന്ന മാതാപിതാക്കളെയും രക്ഷിതാക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഈ അധ്യാപകരെ പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നു. ഏതായാലും നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ഈ വിഷയത്തിൽ ജാഗരൂകരായി പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞിടയ്ക്കാണ് കുറച്ച് സ്ത്രീകൾ കോഴിക്കോട് കടൽപ്പുറത്തിറങ്ങി കുട്ടികളെ അടിച്ചോടിക്കുന്ന രീതിയിലേക്ക് വന്നത്. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം തന്നെ വൈകുന്നേരങ്ങളിൽ കടൽ തീരത്താണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മയക്കുമരുന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളും മറ്റ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസും ഒക്കെ നടത്തുന്നവർ കടൽ തീരത്ത്, ആ തരത്തിൽ ആ കടൽ തീരത്തും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ കൂടിയിരുന്നുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്ക് തന്നെയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ ജാഗരൂകരായിരിക്കണം. തങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമയാണോ എന്ന് കണ്ടെത്തേണ്ട ചുമതല മാതാപിതാക്കൾക്ക് തന്നെയാണ്. ഏതെങ്കിലും കുട്ടികൾ അത്തരത്തിൽ പ്രതികരിച്ചാൽ, ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ മറ്റു രീതികൾ, നമുക്കറിയാം ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവർ സാധാരണഗതിയിലെ മനുഷ്യന്മാരെ പോലെ, സാധാരണ കുട്ടികളെ പോലെ പ്രതികരിക്കാറില്ല. അവരുടെ പ്രതികരണം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും വ്യതിചലനം അവരുടെ സ്വഭാവത്തിലോ അവരുടെ രീതികളിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ അക്കാര്യം
ശ്രദ്ധിക്കേണ്ടതാണ്. വരുന്ന തലമുറയെ വഴിതെറ്റിക്കാതെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു സമീപനം അത് സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകണം. അത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിപത്തുകളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയാൻ സാധിക്കുന്നത്.